ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഡോർ ക്യാറ്റ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇൻഡോർ ക്യാറ്റ്സ് ഔട്ട്ഡോർ ക്യാറ്റ്സിനേക്കാളും നല്ലതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരുപാട് പേര് നാടൻ പൂച്ചയെ വളർത്തുന്നുണ്ട്. നാടൻ പൂച്ചയുടെ വീട്ടിനുള്ളിൽ വളർത്തുന്ന നാടൻ പൂച്ചയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സാധാരണ എല്ലാവരും നാടൻ പൂച്ചയെ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും പോയി വീട്ടിലും അങ്ങനെയാണ് വളർത്തുന്നത്. പക്ഷെ അങ്ങനെ വളർത്തിയ പൂച്ചയ്ക്ക് പല അസുഖങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. പുറത്ത് പോകുന്ന പൂച്ചകൾ മറ്റ് പൂച്ചകളുമായി ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റിലൂടെ അതിന് പല ഇഞ്ചുറീസും അങ്ങനെയൊക്കെ മുറിവും ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ അതിന് ഒരുപാട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. പുറത്ത് പോകുന്ന പൂച്ചകൾ മറ്റ് പൂച്ചകളുമായി സഹകരിക്കുമ്പോൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ച മറ്റ് പൂച്ചകളുടെ കൂടെ പുറത്ത് പോയി സഹകരിക്കുമ്പോൾ അതിന് പാർവോ വൈറസ്, അതുപോലെ മൈക്രോപ്ലാസ്മ തുടങ്ങിയ പല ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം വളർത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങളൊന്നും നിങ്ങളുടെ പൂച്ചയ്ക്ക് വരുമില്ല. അതുപോലെ തന്നെ മറ്റ് പൂച്ചയുമായുള്ള ഫൈറ്റിൻ്റെ അങ്ങനെയുള്ള സാധ്യതയൊക്കെ കുറയും വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ചയ്ക്ക്. പിന്നെ നിങ്ങളുടെ വാക്സിനേഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ പൂച്ച ഒരുപാട് നാൾ നിങ്ങളോടൊപ്പം ഹെൽത്തി ആയി ജീവിക്കും. പിന്നെ വാക്സിനേഷനും സ്റ്റെറിലൈസേഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ പൂച്ചയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സ്വഭാവം എല്ലാം കുറയും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ പൂച്ച ഹാപ്പിയായി ജീവിക്കും. കുറേ പേരുടെ വിചാരമുണ്ട് വീടിൻ്റെ ഉള്ളിലാകുമ്പോൾ പൂച്ചയ്ക്ക് ഹാപ്പി ആകില്ല, പുറത്തുള്ള പൂച്ചയാണ് ഉള്ളിലുള്ള പൂച്ചയെക്കാളും ഹാപ്പിയെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വീട്ടിനുള്ളിൽ വളർത്തുന്ന പൂച്ചകളും ഹാപ്പിയാണ്. അതിന് വീട്ടിൽ കളിക്കാനായിട്ട് കുറേ ടോയ്സൊക്കെ ഉണ്ടെങ്കിൽ, കളിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിനുള്ളിലും ഹാപ്പിയാണ്. എൻ്റെ വീട്ടിനുള്ളിലുള്ള പൂച്ചകളോട് അത് വീട്ടിനുള്ളിൽ ഒത്തിരി ഹാപ്പിയാണ്. അപ്പം അതുകൊണ്ട് പുറത്ത് പോയിരുന്നാൽ പൂച്ചയ്ക്ക് ഹാപ്പിനെസ് ഒന്നും കുറയുമില്ല. അത് ഹാപ്പിയാണ് വീട്ടിനുള്ളിലുള്ള പൂച്ച. പക്ഷെ അതിനെ കളിക്കാൻ അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ വേണമെന്നുള്ളു. പിന്നെ പുറത്തുള്ള പൂച്ചയാകുമ്പോൾ അത് എപ്പോഴും വെയിലും മഴയൊക്കെ കൊള്ളും. വീട്ടിലുള്ള പൂച്ചയാകുമ്പോൾ വെയിലും മഴയിൽ നിന്നൊക്കെ അതിന് പ്രൊട്ടക്ഷൻ കിട്ടും. അത് അതിന് നല്ല ഹെൽത്തിനുള്ള നല്ലൊരു ഹെൽത്ത് അതിൻ്റെ കൂട്ടും. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലുള്ള പൂച്ചകളാണെങ്കിൽ പുറത്ത് പോയില്ലെങ്കിലും അത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലും ഒക്കെ വളർത്തുന്ന പൂച്ചകളൊക്കെ വീടിൻ്റെ വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോസിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് നമ്മൾ കാണാറുണ്ട്. എൻ്റെ വീട്ടിലെ പൂച്ചകളും ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇരുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അപ്പം പുറത്ത് പോയില്ലെങ്കിലും പൂച്ചകൾ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അത് അതിൻ്റെ ടെറിട്ടറി അല്ലാത്തത് കൊണ്ട് അത് പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹവും കാണില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് സേഫായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതുപോലെ ഔട്ട്ഡോറിലുള്ള എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അതിന് പുറത്ത് പോയില്ല അങ്ങനെയൊരു വിഷമവും തോന്നുമില്ല. വീട്ടിനുള്ളിലും ഫ്ലാറ്റിലും ഒക്കെ വളർത്തുന്ന പൂച്ചകൾക്ക്. അതുപോലെ തന്നെ ടോയ്സൊക്കെ കളിക്കാനുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കും. പിന്നെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കും. പുറത്ത് പോകുന്ന പൂച്ചയേക്കാൾ എന്തുകൊണ്ടും വീട്ടിനുള്ളിലുള്ള പൂച്ചകൾക്കാണ് ലോങ് ലൈഫും ഹെൽത്തും. കാരണം അതിന് ഫൈറ്റും ഇഞ്ചുറീസും മറ്റ് പൂച്ചകളുടെ കൂടെ ഉണ്ടാകുകയില്ല. ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ വാക്സിനേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെൽത്തൊക്കെ നല്ല കൂടും. ഒരുപാട് നാൾ നിങ്ങളോടൊപ്പം ഹെൽത്തി ആയി ജീവിക്കുന്നത് അകത്തുള്ള പൂച്ചയാണ്, വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ചയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാ ഫ്രണ്ട്സിനും ടാറ്റ, ബൈ ബൈ. പിന്നെ അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.